നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആവർത്തന വിരസതയോടുകൂടി തന്നെ വീണ്ടും പറയുകയാണ്. നമ്മുടെ ഒരു സംഘ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ ജയിലിലടക്കാനുള്ള SDPI പോപ്പുലർ ഫണ്ട് ഭീകരവാദികളുടെ ഒരു കള്ളക്കേസിനെതിരെ പോരാടാൻ വേണ്ടി അദ്ദേഹത്തിനുള്ള ഒരു ധനസമാഹരണം നടക്കുന്നുണ്ട്. അതിലേക്ക് കഴിയുന്നവരെല്ലാവരും സംഭാവന ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പറുകളും അക്കൗണ്ട് ഡീറ്റെയിൽസും ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. മാക്സിമം ആളുകൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മളെല്ലാവരും ഈ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വാർത്ത സംഭാൽ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് RSSന്റെ മുതിർന്ന അതല്ലെങ്കിൽ RSS സംഘചാലകമായിട്ടുള്ള മോഹൻ ഭഗവത്ജിയുടെ പ്രസ്താവനയൊക്കെ കട്ടെടുത്തുകൊണ്ട് അതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരർ നടത്തുന്ന ഒരു പ്രചാരണമൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതായത് എല്ലാ പള്ളിയുടെ താഴെയും ശിവലിംഗം തിരയേണ്ട എന്നൊക്കെ പറഞ്ഞ് ശിവലിംഗത്തെ പോലും അതൊരു സെക്സിനോടൊക്കെ ഉപമിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരന്മാർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അഴിഞ്ഞാടുന്ന വസ്തുതകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ എന്താണ് സംഭാലിൽ സംഭവിക്കുന്നത്, എന്താണ് അവിടുത്തെ ന്യായം, എന്താണ് അതല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആ ഇസ്ലാമിക ഭീകരരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, എല്ലാ ഭാഗങ്ങളും വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സെഷൻ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ള ജേസൺ സാർ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സാർ. എങ്ങനെയാണ് സാർ ഈ ഒരു വിഷയത്തെ കാണുന്നത്? കാരണം നമ്മുടെ മോഹൻ ഭാഗവത്ജിയൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ, RSSനെ BJP എപ്പത്തെ ഇകഴ്ത്തി കാണിക്കാൻ കിട്ടുന്ന അവസരമൊന്നും ഇവന്മാർ വെറുതെ വിടാറില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. അത്തരത്തിൽ RSSനെ ചവിട്ടിമതിക്കുന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ നൽകുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല ഇന്ന് ഡിസംബർ 6 എന്ന് പറയുന്ന ദിവസത്തിന്റെ പ്രാധാന്യം കൂടി അറിയുന്നതാണല്ലോ. എങ്ങനെയാണ് സാർ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? തികച്ചും നിയമപരമായിട്ടുള്ള ഒരു വിഷയത്തെ വർഗീയ കലാപത്തിന് വഴിമരുന്നിടുന്ന രീതിയിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം ഒരുക്കിയെടുക്കുന്ന കാഴ്ചയാണ് ഈ രംഗത്ത് നമ്മൾ കാണുന്നത്. അതായത് ബാബറി മസ്ജിദിന്റെ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് ഡിസംബർ 6 ആകുമ്പോഴത്തേക്കും വീണ്ടും ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഉത്തർപ്രദേശിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരുക്കിയെടുക്കുന്നത്. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതും എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ചർച്ചാ വിധേയമാകുന്നില്ല. അതുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് പ്രാധാന്യമേറുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ആരുടെയെങ്കിലും ആരാധനാലയം മറ്റാരെങ്കിലും കയ്യേറാൻ പോകുന്ന ഒരു വിഷയമേ ഇല്ല. കാരണം ഇതൊരു സംരക്ഷിത ചരിത്ര സ്മാരകമാണ്. ഈ സംരക്ഷിതമായ ചരിത്ര സ്മാരകങ്ങൾ ഇന്ത്യയിൽ എമ്പാടുമുണ്ട്, കേരളത്തിലുമുണ്ട്. അതിന്റെയൊക്കെ ഘടനയ്ക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റം വരുത്താനോ മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്താനോ നിലവിലുള്ള യാതൊരു നിയമവും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് സംരക്ഷിത ചരിത്ര സ്മാരകം എന്നുള്ള നിലയിൽ അതിനൊരു ഗവൺമെന്റ് സ്റ്റാറ്റസ് നിലവിലുണ്ട് എന്ന് കരുതി അതിന്റെ ചരിത്രത്തെ സംബന്ധിച്ചും അതിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ചും നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ, ഗവേഷണങ്ങൾ, പരീക്ഷണങ്ങൾ എന്നിവ നടത്തുന്നതിന് നിയമപരമായ യാതൊരു നിരോധനവും ഇല്ല. ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. അതായത് നമ്മളൊരു ചരിത്ര സ്മാരകത്തിലേക്ക് പോകുന്നു. കേരളത്തിലുമുണ്ട് ചരിത്ര സ്മാരകങ്ങൾ. ഇപ്പോൾ ബേക്കൽ കോട്ട എന്ന് പറയുന്ന ഒരു ചരിത്ര സ്മാരകം കാസർഗോഡ് ജില്ലയിലുണ്ട്. വേറെയുണ്ട്, നിരവധിയുണ്ട്. ആ ബേക്കൽ കോട്ട എന്ന് പറയുന്നത് ഒരു പൊതുസ്ഥലമാണ്. അത് ആരുടെയെങ്കിലും സ്വന്തമല്ല. അവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാം. അതിന്റെ ചരിത്ര സാങ്കത്യത്തെക്കുറിച്ചോ ചരിത്ര പഴക്കത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ശാസ്ത്രീയതയെക്കുറിച്ചോ ഒക്കെ ഗവേഷണ, പരീക്ഷണ, നിരീക്ഷണങ്ങളൊക്കെ നടത്താൻ എല്ലാവർക്കും അനുവാദമുണ്ട്. എന്നാൽ അതിനെ ഒരു രാഷ്ട്രീയ വിഷയമോ മതവിഷയമോ ആക്കി മാറ്റേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെയും BJPയുടെയും നിലപാട്. ഇവിടെ സംഭവങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. നവംബർ മാസം 24-ാം തീയതി അവിടെ ഒരു അക്രമം ഉണ്ടായി. ഈ അക്രമം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നവംബർ മാസം 19-ാം തീയതി കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്, ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ തേടണമെങ്കിൽ കോടതിക്ക് ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ വെക്കാം. ആരെങ്കിലും കൊടുത്ത ഒരു കേസിനെ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതിന് മുൻപ്, തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ വെച്ചുകൊണ്ട് കോടതി കാര്യങ്ങളുടെ സത്യാവസ്ഥ പഠിക്കും. അതിനുവേണ്ടി നവംബർ മാസം 19-ാം തീയതി ഈ വർഷം 2024 നവംബർ മാസം 19-ാം തീയതി ഒരു കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷൻ ആ സ്ഥലത്ത് വന്ന് കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ബോധ്യപ്പെടുന്നു. അതിനുശേഷം നവംബർ മാസം 24-ാം തീയതി ഈ അഡ്വക്കേറ്റ് കമ്മീഷനും സർവേ സംഘം, അതായത് ഗവൺമെന്റിന്റെ സർവേ സംഘവും അവിടെ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി വരുന്നു. ആദ്യം നടത്തിയ അഡ്വക്കേറ്റ് കമ്മീഷന്റെ എൻക്വയറിയിൽ കണ്ടെത്തപ്പെട്ട കാര്യങ്ങളുടെ വിശദീകരണം കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി
അഡ്വക്കേറ്റ് കമ്മീഷൻ എത്ര തവണ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. അതിനുള്ള അധികാരമൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉള്ളതാണ്. പക്ഷേ രണ്ടാമത് അന്വേഷണത്തിന് വേണ്ടി വരുന്ന സമയത്ത് വലിയ ജനക്കൂട്ടം ഇവരെ തടയുന്നു. തുടർന്ന് അത് സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നു. അങ്ങനെയാണ് ഈ വിഷയം ലോകമെമ്പാടും അറിയുന്നത്. എന്താണ് ഇതിന് കാരണം? വിഷ്ണു ശങ്കർ ജെയിൻ എന്ന് പറയുന്ന ഒരാൾ അവിടുത്തെ കോടതിയില്, അതായത് ലോക്കൽ കോർട്ടില് ഫയൽ ചെയ്ത ഒരു പെറ്റീഷൻ ഉണ്ട്. ആ പെറ്റീഷനിൽ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന ഷാഹി ജമാ മസ്ജിദ് 1526 ബാബർ നശിപ്പിച്ച ഹരിഹർ മന്ദിർ ആണ്. അത് തകർത്ത് അതിന്റെ മുകളിലാണ് ഇപ്പോൾ ഷാഹി ജമാ മസ്ജിദ് പണിതിരിക്കുന്നത്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം, അതിന്റെ വസ്തുതകൾ പുറത്തു വരണം എന്നാണ് ഈ പെറ്റീഷണറായിട്ടുള്ള വിഷ്ണു ശങ്കർ ജെയിൻ ആവശ്യപ്പെടുന്നത്. അദ്ദേഹം വെറുതെ ആവശ്യപ്പെടുകയല്ല. 1879 ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ACL കാർലൈൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ മസ്ജിദ് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്ത് അതിന്റെ തന്നെ അവശിഷ്ടങ്ങൾ, തൂണുകൾ എന്നിവ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിന്റെ അകത്തും പുറത്തുമുള്ള തൂണുകൾ ക്ഷേത്ര തൂണുകൾ തന്നെയാണ്. ആ ക്ഷേത്ര തൂണുകളിലെ കൊത്തുപണികളും വിഗ്രഹങ്ങളും ചിഹ്നങ്ങളും മായ്ച്ചു കളയാൻ സാധിക്കാത്തത് കൊണ്ട് അതിനെ കവർ ചെയ്തിരിക്കുകയാണ്. മറ്റ് വസ്തുക്കൾ കൊണ്ട്, കോൺക്രീറ്റ് പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളതായിരുന്നു പെറ്റീഷൻ. ഈ പെറ്റീഷൻ സംബന്ധിച്ചുള്ള അന്വേഷണത്തിനാണ് നവംബർ മാസം 19-ാം തീയതി ഈ കോടതി കമ്മീഷൻ അവിടെ വരുന്നത്. 24-ാം തീയതി അതിന്റെ കൂടുതൽ തെളിവെടുപ്പ് നടത്താൻ വേണ്ടി രണ്ടാമതും വരുമ്പോഴാണ് ഇവിടെ ഈ കാര്യങ്ങൾ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. ഇതിന്റെ പുറകിൽ സംഘർഷത്തിലേക്ക് നീങ്ങാൻ കാരണം പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 എന്ന് പറയുന്ന ഒരു ആക്ട് അനുസരിച്ച് ഒരു ആരാധന നടത്തുന്ന ആരാധനാലയം മറ്റേതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും വന്ന് കടന്നു കയറാവുന്ന ഒരു പൊതുസ്ഥലമല്ല, അതൊരു ആരാധനാലയമാണ് എന്ന് ഉള്ള നിലയിൽ അതിനെ പരിപാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതൊരു മസ്ജിദ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു, അതിനാൽ മറ്റുള്ളവർക്ക് പ്രവേശനം പാടില്ല. ഇതായിരുന്നു പ്രതിപക്ഷം അവിടെ കൈക്കൊണ്ട നിലപാട്. ആ ആക്ട് വെച്ച് നോക്കുമ്പോൾ ആർക്കും ചിലപ്പോൾ തോന്നാൻ ശരിയല്ലേ എന്ന്. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതില് ഇതൊരു ചരിത്ര സ്മാരകമാണ്. ചരിത്ര സ്മാരകമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 അടിസ്ഥാനമാക്കിയല്ല കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുക. ഏൻഷ്യന്റ് മോണുമെന്റ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് 1958 ഈ രാജ്യത്ത് നിലവിലുണ്ട്. അതായത് ചരിത്ര സ്മാരകങ്ങളെയും ഗവേഷണപരമായിട്ട് ചരിത്രാവശിഷ്ടം, ആർക്കിയോളജിക്കൽ സൈറ്റും റിമൈൻസും എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങളുമാണ്, അതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആക്ടാണ് ഏൻഷ്യന്റ് മോണുമെന്റ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് 1958. അതനുസരിച്ചാണ് ഈ രാജ്യത്തെ മുഴുവൻ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളിപ്പോ ഒരു ചരിത്ര സ്മാരകം സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ ഈ വസ്തുത, ഈ ആക്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എല്ലാ ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഇവിടെ മതമില്ലാതെ, ജാതിയില്ലാതെ, മറ്റു യാതൊരു വ്യത്യാസവുമില്ലാതെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. എന്നാൽ ഇതിനെയാണ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇത് 1958 ഈ പറഞ്ഞ AMASR ആക്ട് അല്ല, പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് ആണ് വേണ്ടത് എന്ന നിലയിൽ അവിടുത്തെ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്കിടയിൽ ആശങ്ക പടർത്തുന്ന തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വികാരം ഇളക്കിവിട്ടതും സംഘർഷത്തിലേക്ക് നയിച്ചതും. ഇതിനവർ കാരണം പറയുന്നത് ഇതനുസരിച്ച് തന്നെ ശ്രീകൃഷ്ണ ജന്മസ്ഥാനത്തെ ജ്ഞാൻവാബി മസ്ജിദിലും സർവേസ് നടത്തുന്നുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനം രാമജന്മഭൂമി പോലെ നിലവിലുള്ളതിനെ തകർത്ത് കളഞ്ഞ് അവിടെ ക്ഷേത്രം പണിയാനാണ് BJPയുടെ ഒരുക്കം. ഇതാണ് ആരോപണം. ഈ ആരോപണം വസ്തുനിഷ്ഠമല്ല, അടിസ്ഥാനരഹിതമാണ് എന്നുള്ള കാര്യം RSS അടക്കമുള്ള എല്ലാ ഹിന്ദു സംഘടനകളും വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇന്ന് ഇന്ത്യയില്, കേരളത്തിൽ ഉൾപ്പെടെ
ഏതൊരു മുസ്ലിം മോസ്ക് പരിശോധിച്ചാലും അത് ഒരു ക്ഷേത്രം തകർത്ത് അതിന്റെ മുകളിൽ പണിതതാണ് എന്ന് ഒരു 80% മോസ്കിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഗുരുവായൂരിനടുത്ത് പാലയൂർ പള്ളി, പാലയൂർ ശിവക്ഷേത്രം പണിത് അതിന് മുകളിൽ മോസ്ക് പണിതതാണ് എന്ന് പച്ച മലയാളത്തിൽ പരസ്യമായി ബോർഡ് വെച്ചിരുന്നു. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആ ബോർഡ് ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഹിന്ദു സംഘടനകളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആ ബോർഡ് എടുത്തു മാറ്റിയത്. എന്നാൽ ഓർക്കൂ, കേരളത്തിൽ RSSന്റെ പ്രവർത്തനം വളരെ ശക്തമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ള സ്ഥലം കേരളമാണ്. എന്നാൽ ഈ കേരളത്തിൽ പാലയൂർ ശിവക്ഷേത്രം തകർത്ത് പള്ളി പണിതത് എന്ന് പച്ച മലയാളത്തിൽ ബോർഡ് വെച്ചിട്ടും ഏതെങ്കിലും ഒരു RSSകാരനോ അല്ലെങ്കിൽ കേരളത്തിലെ RSS സംവിധാനമോ അവിടെ ആ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മുഴുവൻ ഇത് തന്നെയാണ് അതിന്റെ വസ്തുത എന്ന് ഞങ്ങൾക്ക് അറിയാമെങ്കിലും ഞങ്ങൾ അത്തരം വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നാണ് സംഘത്തിന്റെ RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ജി പറഞ്ഞിരിക്കുന്നത്. അതായത് ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലും മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഇതൊന്നും വേണ്ട സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും പോയി നോക്കിയാൽ ഇന്ത്യയിലെ പല മോസ്കുകളും ക്ഷേത്രം തകർത്ത് അവിടെ പണിതതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഡൽഹിയിൽ പോകുന്നവരെ എല്ലാവരും കാണുന്നതാണ് കുത്തബ് മിനാർ. ഞാൻ കുത്തബ് മിനാർ കാണാൻ പോയ സമയത്ത് അതിന്റെ 350ഓളം ഫോട്ടോകൾ എടുക്കുകയുണ്ടായി. പഴയ കാലത്താ, അന്ന് ഡിജിറ്റൽ ക്യാമറ ഒന്നുമില്ല. അന്ന് ഫിലിമുള്ള ക്യാമറ വെച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. ഒരു റോൾ ഫിലിം എന്ന് പറഞ്ഞാൽ മാക്സിമം 50 ഫോട്ടോ എടുക്കാം. അതിൽ 50 ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ ഒരു 30 കിട്ടുള്ളൂ. ആ കാലത്ത് 350 ക്ലിയർ ഫോട്ടോ ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ എത്രമാത്രം റോൾ ഉപയോഗിച്ചിട്ടുണ്ട്. 350 ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ ബാബറി മസ്ജിദിന്റെ മുകളിൽ കയറാനൊന്നും പറ്റില്ല, താഴെ നിന്നിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് പോലും 350 വ്യക്തമായ ക്ഷേത്ര അവശിഷ്ടങ്ങൾ ആ കുത്തബ് മിനാറിൽ ഉള്ളതിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനെന്നല്ല, നമ്മൾ ആര് പോയാലും എടുക്കാം എന്ന് കരുതി കുത്തബ് മിനാർ ഇരിക്കുന്നത് ക്ഷേത്രമാണ്. 27 നക്ഷത്ര ക്ഷേത്രങ്ങൾ, നക്ഷത്ര ദേവതകൾ അശ്വതി മുതൽ രേവതി വരെ ഉള്ള ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് തകർത്തിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടാണ് കുത്തബ് മിനാർ ഉണ്ടാക്കിയത്, കുത്തബുദ്ദീൻ ഐബക്ക് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. എന്ന് കരുതി അത് പൊളിച്ചു കളഞ്ഞിട്ട് ക്ഷേത്രമാണ് ആരാധിക്കണം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ആരും പറയാറില്ല. അതുപോലെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മോസ്കുകളും ഒരു കാലത്ത് ക്ഷേത്രമായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ ഉള്ളതാണ്. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം മോസ്കെല്ലാം ക്ഷേത്രമാക്കി മാറ്റണമെന്ന് ആരും അവകാശപ്പെടുന്നില്ല. അത് രാമജന്മഭൂമിയുടെ കാര്യത്തിൽ അവസാനിച്ചു. ഇത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് RSSും BJPയും എല്ലാം. പക്ഷെ എന്നിട്ടും അതിന്റെ പേരിൽ വികാരം ഇളക്കി വിട്ടുകൊണ്ട് ഇതാ നിങ്ങളുടെ മോസ്കെല്ലാം പൊളിക്കാൻ പോകുന്നു, നിങ്ങളുടെ ആരാധനാലയം എല്ലാം തകർക്കാൻ പോകുന്നു എന്ന് പഴയകാല പല്ലവി വീണ്ടും കൊണ്ടുവന്ന് വർഗീയ വികാരം കുത്തിപ്പൊക്കി സംഘർഷമുണ്ടാക്കുക എന്നുള്ള കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും ഇന്ത്യ മുന്നണിയുടെയും തന്ത്രമാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള കാരണം. ഈ വസ്തുതകൾ കേരളത്തിൽ പോലും വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. സാർ, ഇത് ഇപ്പൊ അവിടെ എന്താണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇപ്പൊ കലാപത്തിൽ കുറച്ച് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള, വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ വന്നു. പക്ഷെ ഇപ്പൊ ആക്ച്വൽ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നടപടികൾ? കലാപത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണം കള്ളപ്രചരണമാണ്. പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് 4 പേർ വധിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തി. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയുണ്ടായി. ആ പോലീസിന്റെ വെടിയുണ്ട അല്ല അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, നാടൻ തോക്കിലെ നാടൻ വെടിയുണ്ടയാണ് എന്ന് കണ്ടെത്തി. അപ്പോൾ ആ വാദം പൊളിഞ്ഞു. അപ്പോൾ ശരിക്കും ഈ കലാപം ഉണ്ടാക്കുകയും ആ കലാപത്തിൽ നാടൻ തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുകയും ചെയ്തത് ആരാണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ കള്ളി വെളിച്ചത്ത് വരും. ഈ കള്ളി വെളിച്ചത്ത് വരരുത്, യഥാർത്ഥ പ്രതികളെ രക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ഒരു വർഗീയ കലാപത്തിന്റെ ഛായ കൊടുത്ത് കൊണ്ടുവരുന്നത്. അതായത് കലാപം ഉണ്ടാക്കിയതും കലാപത്തിന്റെ മറവിൽ വെടിവയ്പുണ്ടാക്കിയതും 4 പേരുടെ മരണത്തിൽ കലാശിച്ചതും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഭീകര വിധ്വംസക ശക്തികൾ, രാഷ്ട്രവിരുദ്ധ ശക്തികൾ, അവർക്ക് പിന്തുണ കൊടുക്കുന്ന ഇന്ത്യ മുന്നണി സഖ്യം, ഇവരൊക്കെ പ്രതിക്കൂട്ടിലാവും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
മറ്റേതാണ് സാർ, ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള അതല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതായത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഈ പീഡനം അനുഭവിക്കുന്ന, ഇത്തരത്തിൽ കലാപം നേരിടുന്ന ജനതയുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് എന്നൊരു അവകാശവാദം ഉയർത്തിക്കൊണ്ട് ഈ കേരളത്തിലെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽ ആ വികാരം വിളക്കുന്ന ഒരുപാട് കമന്റുകൾ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇവർ ഈ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നുണ്ട്. ലോകത്താകമാനമുള്ള മുസ്ലിങ്ങളിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് ഇവരാണോ സർ? അത് വളരെ ചിരി ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. കാരണം നമുക്കിത് പറയാതിരിക്കാൻ വയ്യ. ലോകത്തെ ഏത് രാജ്യത്താണ് ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്ക് ഇത്രയധികം സബ്സിഡി കൊടുക്കുന്നത്, ഇത്രയധികം സൗജന്യം കൊടുക്കുന്നത്, ഇത്രയധികം ഭക്ഷണം, വാഹനം, താമസം എല്ലാം കൊടുക്കുന്നത്, മെഡിക്കൽ ചെക്കപ്പ്, മെഡിക്കൽ സപ്പോർട്ട് അടക്കം? ലോകത്ത് 61 മുസ്ലിം രാജ്യങ്ങളുണ്ട്, അവിടെ ഒന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ലോകത്തെവിടെയാണ് ഏതെങ്കിലും ഒരു ഭരണഘടനയുടെ മേൽ ശരീഅത്ത് നിയമത്തിന് അധികാരമുള്ളത്? ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. 61 ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്തുള്ളിടത്ത് ഒരിടത്തും ആ രാജ്യത്തിന്റെ ഭരണഘടനയുടെയോ പാർലമെന്റിന്റെയോ അല്ലെങ്കിൽ കോടതിയുടെയോ മുകളിൽ യാതൊരു അധികാരവും ശരീഅത്ത് നിയമത്തിനില്ല. പക്ഷെ ഇന്ത്യയിലുണ്ട്. അതാണല്ലോ ഇപ്പൊ വഖഫ് വിഷയമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക് വൽക്കരിക്കപ്പെട്ടിട്ടുള്ള രാജ്യം. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യവും ഇന്ത്യയാണ്. മാത്രമല്ല ഇസ്ലാമിക വൽക്കരിക്കപ്പെട്ടിട്ടുള്ള രാജ്യവും ഇന്ത്യയാണ്. ഇതില് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ കോളേജുകൾ പരിശോധിക്കൂ, നമ്മുടെ സർക്കാർ ഓഫീസുകൾ പരിശോധിക്കൂ. ഇപ്പോൾ പുതിയ ഡ്രസ് കോഡൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. എല്ലായിടത്തും ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടുന്നത് ആർക്കാണ്? എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് ഏത് മതത്തിൽപ്പെട്ടവരാണ്? എല്ലാ സർക്കാർ ഓഫീസുകളിലും ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഏത് മതത്തിൽപ്പെട്ടവരാണ്? അവരുടെ ഡ്രസ് കോഡ് കൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകളെ കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ പുരുഷന്മാരെയും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം സ്വാധീനം ജനസംഖ്യാനുപാതികമായിട്ടുള്ള സംവരണം കൊടുത്താൽ പോലും ലഭിക്കുമോ? അതിനേക്കാൾ കൂടുതൽ ലഭിക്കുന്നുണ്ട്. അതായത് മതന്യൂനപക്ഷങ്ങൾ എന്നുള്ള പേരിൽ മുസ്ലിങ്ങൾക്ക് സംവരണം ലഭിക്കുന്നു. അതുകൂടാതെ OBC എന്നുള്ള പേരിൽ മുസ്ലിങ്ങൾക്ക് വീണ്ടും സംവരണം ലഭിക്കുന്നു. നമ്മുടെ ലക്ഷദ്വീപ് പോലെയുള്ള പ്രദേശങ്ങളിൽ 100% മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് അവർ ന്യൂനപക്ഷ സംവരണമുണ്ട്. OBC സംവരണം മാത്രമല്ല, അതിന് പുറമെ ST, ഷെഡ്യൂൾഡ് ട്രൈബ്, ആദിവാസി സംവരണവും കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം 2, 3, 4 സംവരണങ്ങൾ ലഭിക്കുന്ന തരത്തിൽ മുസ്ലിം സമൂഹത്തിന്, ന്യൂനപക്ഷ സമൂഹത്തിന് ഇത്രയധികം പ്രൊട്ടക്ഷൻ കിട്ടുന്ന, പ്രോത്സാഹനം കിട്ടുന്ന, സംവരണം കിട്ടുന്ന മറ്റൊരു മുസ്ലിം രാജ്യം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും കഴിവുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ, ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം സാർ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശാന്തിയോടെ സമാധാനത്തോടെ ഈ പറഞ്ഞ എല്ലാ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും എല്ലാം അനുഭവിച്ചിട്ടും ഈ പറയുന്ന പ്രത്യേക വിഭാഗത്തിന് സംഭവിക്കുന്ന ഒരു മാറ്റം, അവരെ ഈ വർഗീയമായി ധ്രുവീകരണം നടത്തിക്കൊണ്ട് കൊണ്ടുവരുന്ന മാറ്റം, അത് ഇവരെ എത്രത്തോളം ബാധിക്കും സാർ? എത്ര നാള് ഇത് മറ്റുള്ളവർ ഇത് സഹിച്ച് ജീവിക്കേണ്ടി വരും? ഇതില് ഏറ്റവും വലിയ അബദ്ധം കാണിക്കുന്നത് ഇസ്ലാമിക ശക്തികൾ തന്നെ, സംഘടനകളാണ്. അതായത് അവര് ഇസ്ലാമിക അവകാശത്തിന് വേണ്ടി നിരന്തരം പോരാട്ടം നടത്തുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു വലിയ കാര്യമുണ്ട്, ഈ പൊതു സമൂഹത്തിന്റെ പരിരക്ഷ. അതായത് മുസ്ലിങ്ങൾ അപകടത്തിലാണ്, മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നു, ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ് എന്നൊക്കെയുള്ള കള്ളപ്രചരണങ്ങൾ നടക്കുമ്പോൾ ഇത് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടും. കേരളത്തിന്റെ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ സമരം തുടങ്ങിയപ്പോഴാണ് 80:20 എന്നുള്ള വസ്തുത പുറത്തു വന്നത്. അതായത് കേരളത്തിലെ മൊത്തം ജനസംഖ്യ പരിശോധിക്കുമ്പോൾ 19% ക്രിസ്ത്യാനികൾക്ക് അത് മുസ്ലിങ്ങളുടെ ആനുപാതികമായിട്ടുള്ള മതന്യൂനപക്ഷ അവകാശങ്ങൾ കിട്ടേണ്ടതാണ്. പക്ഷെ കേരളത്തിന്റെ ബ്ലോക്ക് മൊത്തമായിട്ട് എടുത്തു നോക്കും, 33% വരുന്ന മുസ്ലിമും 19% വരുന്ന ക്രൈസ്തവരെയും ഒന്നിച്ചു കൂട്ടുമ്പോൾ 52% വരുന്നുണ്ട്. അപ്പോൾ 52%-ൽ 52-ന്റെ 20% സംവരണം മാത്രമാണ് ക്രിസ്ത്യാനിക്ക് കിട്ടുന്നത്. ഈ 52-ന്റെ 80% മുസ്ലിം കൊണ്ടുപോകുന്നു. ഇത് ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കാതെ കിടന്ന ഒരു വിഷയമാണ്.
മുസ്ലിങ്ങൾ തീവ്രവാദികളുടെ വലിയ ആവർത്തിച്ചുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോഴാണ് ഈ കണക്കുകൾ പുറത്തു വന്നത്. ഇതുകൂടാതെ ഇവിടുത്തെ ഒ ബി സി വിഭാഗവും അതേപോലെ SC/ST വിഭാഗത്തിന്റെയും ഉള്ളിലേക്ക് ഇവിടുത്തെ ഇസ്ലാമിക വിഭാഗത്തിന് കൂടുതൽ, കൃത്യമായി പറഞ്ഞാൽ 40 തരത്തിലുള്ള അധിക സംവരണം കിട്ടുന്നുണ്ട്. അതായത് OBC വിഭാഗത്തിന്റെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെയും സംവരണ ആനുകൂല്യങ്ങൾക്കകത്തേക്ക് ഇസ്ലാം കടന്നു കയറിയിട്ട് അവരെ കൊള്ളയടിക്കുന്നുണ്ട്. ആ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ സംഘടിതമായ ഒരു സംവിധാനം ഇവിടുത്തെ OBC ജാതികൾക്കോ ജാതി നേതാക്കന്മാർക്കോ ഇല്ല. പട്ടികജാതി പട്ടികവർഗ സംഘടനകൾക്കോ അവരുടെ നേതാക്കന്മാർക്കോ അതിനുള്ള ത്രാണിയില്ല, അല്ലെങ്കിൽ ശ്രദ്ധയില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടുത്തെ മതന്യൂനപക്ഷമായ ഇസ്ലാം എന്നുള്ളത് ഇവിടുത്തെ OBC SC/ST കാറ്റഗറിക്കുള്ളിലേക്ക് കടന്നു കയറി കൊള്ള നടത്തുന്നതിന്റെ കണക്കുകൾ പുറത്തു കൊണ്ടുവരാമായിരുന്നു. പക്ഷെ ഇതൊക്കെ ആവശ്യമില്ലാത്ത ബഹളം കൂട്ടുമ്പോൾ പുറത്തു വരും. അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങൾ കൊണ്ടുവന്നാൽ പുറത്തു വരും. അതൊരു വലിയ കണ്ണ് തുറക്കുന്ന വസ്തുതയായി നാളെ കേരളം ചർച്ച ചെയ്യാൻ അവസരമുണ്ടാക്കുകയും ചെയ്യും. അതായത് കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കുന്ന കളിയിലേക്കാണ് ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ മുസ്ലിം സമൂഹത്തിനെ വലിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ, പൊളിറ്റിക്കൽ ഇസ്ലാം മാറും എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റേതാണ് സാർ, ഇത് കേരളമാണ്, ഇവിടെ ഒന്നും നടക്കില്ല, ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രചാരണം നടക്കുന്നത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, യോഗി ആദിത്യനാഥ് ജി ഭരിക്കുന്ന ഉത്തർപ്രദേശ്, അവിടെ അദ്ദേഹത്തിന്റെ ഇപ്പൊ കഴിഞ്ഞ ലോക്സഭയായാലും അതിനു മുൻപ് നടന്ന നിയമസഭയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പോലും എത്രത്തോളമാണ് അവിടുത്തെ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ താമര ചിഹ്നത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും വോട്ട് ചെയ്തിട്ടുള്ള മൃഗീയ ഭൂരിപക്ഷമുള്ള മുസ്ലിം സ്ഥലങ്ങളിൽ പോലും എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയല്ലേ? കാരണം ഇത് ഉത്തർപ്രദേശിൽ നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട്. അല്ല, ഉത്തർപ്രദേശില് 80% മുസ്ലിങ്ങളുള്ള മണ്ഡലം പോലും ഹിന്ദു സ്ഥാനാർത്ഥികൾ BJPയുടെ താമര ചിഹ്നത്തിൽ ജയിക്കുന്നു. അതുപോലെ ബീഹാറിലും ഉത്തർപ്രദേശിലും അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 30-ലധികം അസംബ്ലി സീറ്റുകൾ, 36 അസംബ്ലി സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളിടത്ത് ഹിന്ദു സ്ഥാനാർത്ഥികൾ താമര ചിഹ്നത്തിൽ ജയിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP ആണ് ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന് അവിടുത്തെ മുസ്ലിങ്ങളുടെ മഹാഭൂരിപക്ഷം പേർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ BJPയെ ജയിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിലെ സ്ഥിതി നോക്കൂ. ഇവിടെ BJPയുടെ ഭയം വളർത്തിക്കൊണ്ടുവന്ന് ഇവിടെ 30 അല്ല 20% മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും ആ മണ്ഡലം മുസ്ലിം ജയിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ 20 മുതൽ 30 വരെ, 20, 22, 25, 30, 27, 28% മുസ്ലിങ്ങളുള്ള മണ്ഡലങ്ങളെല്ലാം മുസ്ലിമിനെ അങ്ങ് തീരെഴുതി കൊടുത്തു. അവിടെ മതന്യൂനപക്ഷങ്ങൾക്കുള്ളതാണ് എന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞ് അവർക്ക് അവരുടെ നേതാക്കന്മാർക്ക് കിട്ടേണ്ട സീറ്റ് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ വിട്ടുകൊടുത്തിട്ട് അവരെ താലോലിച്ച് വളർത്തി കൊണ്ടുവന്ന് 5ാം മന്ത്രിയും അതുകൂടാതെ തന്നെ മറ്റുള്ള ഘടകകക്ഷികളിലെ മന്ത്രിയും എല്ലാം കൊടുക്കുന്നു. രാജ്യസഭ ലോകസഭ സീറ്റുകൾ കൊടുക്കുന്നു. ഇങ്ങനെ എല്ലാം കൊടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കുന്നു. അതുപോലെ ജോലി സംവരണം കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാം കൊടുത്തിട്ട് കിട്ടുന്ന സംഘടിത ഇസ്ലാമിക വോട്ട് അത് പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്കുള്ള യാത്രയാണ് എന്ന് കൃത്യമായിട്ട് കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാമെങ്കിലും തൽക്കാലത്തേക്ക് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ് കൂടുതൽ ഞങ്ങൾക്ക് കിട്ടി ജയം കിട്ടണമെങ്കിൽ, അധികാരം കിട്ടണമെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കീഴടങ്ങി നിൽക്കണം എന്നുള്ള ഒരു നെറേറ്റീവ് കേരളത്തിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും തങ്ങളുമാരെ തൊഴുതു നിന്നാൽ മാത്രമേ കേരളത്തിൽ ഭരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ മുന്നിൽ രാഷ്ട്രീയം, ജനാധിപത്യം, ഇതെല്ലാം മതേതരത്വം എല്ലാം അടിയറ വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലുണ്ട്. ഇതേ രാഷ്ട്രീയ അന്തരീക്ഷം ഭാരതം മുഴുവൻ പകർത്തിയെടുത്ത് ഭാരതം മുഴുവൻ ഉള്ള ഒരു ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് ബാങ്ക് നട്ടല്ലായി മുസ്ലിമിനെ മാറ്റാനുള്ള ശ്രമമാണ് ഇതിന്റെ പുറകിലുള്ളത്. പക്ഷേ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഈ ശ്രമം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കും കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ പശ്ചിമ ബംഗാളിന്റെ മമതാ ബാനർജിയുടെ മനംമാറ്റത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മമതാ ബാനർജി അവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാരിക്കോരി കൊടുത്തു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളുടെ
കിടപ്പ് ഗൗരവപൂർവ്വമായി മനസ്സിലായപ്പോൾ, എല്ലാം പിടിവിട്ടു പോകും എന്ന് തോന്നിയപ്പോൾ, ബംഗ്ലാദേശിലെ കലാപത്തിൽ നിസ്സഹായമായിട്ട് നിൽക്കേണ്ടി വന്നപ്പോൾ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടു. എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കുന്ന പലരും ബി ജെ പിക്ക് അനുകൂലമായി വരികയും ദേശീയതയുടെ ഒപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മാത്രമായിരിക്കും. അവരെ വിശ്വസിച്ചുകൊണ്ട് കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും പോയി വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമായിരിക്കും ആത്യന്തികമായ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും ഉത്തർപ്രദേശിലെ സംഭാലിൽ നടക്കുന്നത് പൂർണ്ണമായിട്ടും നിയമാനുസൃതമായിട്ടും ഭാരതത്തിന്റെ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ പോലും ഈ ഡിസംബർ 6 എന്ന് പറയുന്ന ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട് ഇന്ന് ശൗര്യ ദിനമായിട്ട് ആചരിക്കുന്ന ഹിന്ദുക്കളൊക്കെയുള്ള ഈ നാട്ടിൽ കൃത്യമായിട്ടും മറ്റൊരു കലാപത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അവനവന്റെ നാട് ഒറ്റുകൊടുക്കുക, ഭാരതം എന്ന് പറയുന്ന എന്റെ പെറ്റ നാടിനെ ഒറ്റുകൊടുത്തുകൊണ്ട് വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ മാത്രമാണ് ഈ സംഭാലിൽ നടക്കുന്നത്. അതിനുശേഷമുള്ള ഇവിടെ നടക്കുന്ന മാധ്യമങ്ങൾ അടക്കമുള്ള പ്രചാരണം എന്ന് കൂടി പച്ചയ്ക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയസുനിൽ സാർ എല്ലാ ഭാഗങ്ങളും സ്പർശിച്ചുകൊണ്ട് തന്നെ മറുപടി നൽകിയിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ തൽക്കാലം ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ സാറിന്റെ പെർമിഷനോട് കൂടിയിട്ട് നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.